നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇത് നമ്മുടെ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് അഡ്വൈസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇന്ന് ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താ ഫീൽ ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ എനർജി മാറ്റങ്ങൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട്, ചേഞ്ചസ് മാറ്റങ്ങൾ എന്തൊക്കെയോ കാണുന്നുണ്ട് എന്ന് നോക്കാം നമുക്ക്. പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നെടുക്കാം. ഫീലിങ്സും അവരുടെ ചിന്തകളും ആൻഡ് അവർ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, ആ രീതിക്കും എന്താണ് അവരുടെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക എല്ലാം നോക്കാം ജസ്റ്റ്. ഓക്കെ, ആദ്യം അവരുടെ ഫീലിങ്സ്. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച്, അതായത് സ്നേഹം, ഫീലിങ്സ്, ആ രീതിക്കുള്ള എന്താണ് അവർ ഫീൽ ചെയ്യുന്നത്. 2 of coins, Ace of cups, oh my god, Queen of cups, beautiful, Hierophant and Emperor, 9 of coins ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇരുന്നോട്ടെ, ഒരു ഗോൾഡ് കാർഡ് കൂടി എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ട്. ലെറ്റ്സ് സീ, ഒന്നുകൂടി എടുത്തേക്കാം. ചാരിയറ്റ്, ബ്യൂട്ടിഫുൾ എനർജി. വളരെ ലൈക്ക് തുടക്കം ഞാൻ കണ്ടപ്പോൾ ഞാനൊന്ന് ലേശം ഒന്ന് സംശയിച്ചു. ഓക്കെ, പക്ഷെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച്. ഞാൻ ഐ തിങ്ക് ഇത് നമ്മൾ നാളൊരു ദിവസം റീഡിങ്ങിൽ വന്നതാണ്. അവരുടെ കൺഫ്യൂഷൻ മാറി വരുന്നുണ്ട് എന്ന്. ഓക്കെ, അവർക്ക് എവിടെയോ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ് ഇമ്പോർട്ടൻസ്, നിങ്ങൾ അവർക്ക് എന്താണ് എന്ന രീതിയിൽ എവിടെയോ അവർക്കൊരു അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോയ്സ് ഉണ്ടായിരുന്നു എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി ആയിരുന്നു, വർക്കായിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു, ഫാമിലി ആയിരുന്നു, എന്തോ ആയിക്കോട്ടെ, ആരായാലും ശരി. ഓക്കെ, അവരുടെ മനസ്സിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച്. ഓക്കെ, ബട്ട് അത് മാറി വരുന്നുണ്ട്. ഇപ്പം അവർക്ക് തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത്. ക്വീൻ, ഞാൻ ഐ തിങ്ക് ആരോ ചോദിച്ചു, ജെൻസ് ലേഡീസിന് മാത്രമല്ല ഇത് ഞാൻ പറയാറുണ്ട്, എപ്പോഴും പറയുന്ന കാര്യമാണ്. ക്വീൻ നിങ്ങൾക്ക് കിങ് ആയിട്ട് കണക്കാക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന, ഇപ്പോൾ നിങ്ങൾ മെൻ വാച്ചിങ് ആണെങ്കിൽ നിങ്ങളുടെ ലേഡി പേഴ്സൺ, ഓക്കെ, നിങ്ങളുടെ ലേഡി പാർട്ട്ണർ നിങ്ങളെ കാണുന്നത് കിങ് ഓഫ് കപ്സ് എനർജി എന്നെടുക്കാം. അങ്ങനെ നിങ്ങൾ വിചാരിച്ചോളാം. ഓക്കെ, അതായത് നിങ്ങളെ കാണുന്നത് ഈ കപ്സ് എനർജി മാത്രം എടുത്താൽ മതി, അതായത് ഫീലിങ്സ് മാത്രം എടുത്താൽ മതി. നിങ്ങൾ അത് മാൻ ആണോ, ക്വീൻ ആണോ, കിങ് ആണോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അതായത് നിങ്ങളോട് സ്നേഹം എന്ന രീതിയിൽ അവർ ഫീൽ ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുമായിട്ട് ശരിക്കും അവർക്ക് ആ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ആണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ്, നിങ്ങളോട് വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ആണ് കാണുന്നത്. ആൻഡ് അവർക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ അവർക്ക് എവിടെയോ നിങ്ങളോടുള്ള സ്നേഹം എന്ന ഫീലിങ്സ് ആണ് അവർക്ക് വരുന്നത്. ഓക്കെ, അവർക്ക് ശരിക്കും റിയലൈസ് ചെയ്യുന്നുണ്ട് ദാറ്റ് നിങ്ങൾ അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് അവരെ കെയർ ചെയ്യുന്നുണ്ടാവും, ഒരുപാട് സ്നേഹം അവർക്ക് കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ അവർക്ക് തിരിച്ചറിയുന്നുണ്ട്. ആ ഫീലിങ്സ് അവർ ഒരുപാട് നിങ്ങൾക്കും തിരിച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹത്തിൻ്റെ ഓഫർ. ഓക്കെ, അതായത് സ്നേഹം നിങ്ങൾക്കും തരണം എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് സാധിക്കുന്നവർക്ക് ഹൈറോഫൻ്റ് ആണ് മാരേജ് കാർഡ് എന്ന് പറയാം. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും ലൈക്ക് വിത്ത് നമ്മൾ പ്രോപ്പർ എല്ലാവരെയും അപ്രൂവലോടെ, എല്ലാവരെയും സമ്മതത്തോടെ നിങ്ങളെ സ്വീകരിക്കണം, ലൈഫിലേക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന രീതിയിൽ ചിലവർ ചിന്തിക്കുന്നുണ്ട്. എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലും. ആൻഡ് ഇവിടെ ഇത് വേറൊരു കാര്യം കൂടി, നമ്മൾ ഒരു തടസ്സം എന്ന രീതിക്ക് എടുക്കാൻ വേണമെങ്കിൽ ഇതിനെ മേ ബി നിങ്ങളുടെ റിലീജിയൻ വേറെ, അങ്ങനത്തെ കാര്യങ്ങൾ ചില തടസ്സങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ബട്ട് അതിനെല്ലാം ഞാൻ പറഞ്ഞു, ഇവിടെ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ശരി, അവരുടെ മനസ്സിൽ ലൈക്ക് നിങ്ങളുടെ ഇടയിൽ പാരൻസ് തടയുന്നു, അല്ലെങ്കിൽ അവർ വേറെ മാരീഡ് ആണ്, അല്ലെങ്കിൽ ലൈക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഇടയിൽ കളിക്കുന്നു, നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നു, എന്ത് തന്നെ ആ കാര്യങ്ങളായിക്കോട്ടെ, ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നു, നിങ്ങൾക്ക് അറ്റൻഷൻ തരുന്നില്ല, എന്ത് തന്നെ ആയാലും അതിൻ്റെയൊക്കെ മേലെ ഓക്കെ അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ആൻഡ് ആ തടസ്സങ്ങളൊക്കെ മറികടന്ന് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ചാരിറ്റ് ആണ്, മുന്നോട്ട് റിലേഷൻഷിപ്പ് പോകണം എന്നവർക്ക് നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ വേണം, സ്ട്രോങ് ആയിട്ട് തന്നെ വേണം. ചിലവർക്ക് ദൂരെയാണെങ്കിൽ കാണാൻ വരണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ട്രാവലിങ്ങിൻ്റെ കാർഡാണ്. ചിലവർക്ക് യാത്ര എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മീറ്റിംഗ് എന്ന് പറയാം, ഡേറ്റിംഗ്, നിങ്ങൾ തമ്മിൽ കാണാനുള്ള, ഒന്നുമില്ലെങ്കിൽ അവർ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരാൻ നിങ്ങളെ കാണാൻ, നിങ്ങൾ തമ്മിൽ കാണാനുള്ള ഒരു അവസരമാണ്. ആൻഡ് ഇത് കളേഴ്സ് നോക്കിക്കോളൂ, റെഡ് ആൻഡ് റെഡ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അവർ നിങ്ങളോട് ആ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും സ്നേഹം എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മീറ്റ് ചെയ്യുമ്പോൾ എന്ന് മാത്രമല്ല, അല്ലെങ്കിലും ഓക്കെ, പക്ഷെ അവർ കാണാൻ കൂടി ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും നമുക്കിപ്പോൾ പർപ്പിൾ കളറാണ്. പർപ്പിൾ നമ്മുടെ ഒരു ക്രൗൺ ചക്രയുടെ ഇത് പറയും നമ്മൾ, അതായത് ക്രൗൺ ചക്ര അല്ലെങ്കിൽ നമ്മുടെ തേർഡ് ഐ ചക്ര എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ എവിടെയോ അവരുടെ ഇൻറ്റ്യൂഷൻ അവർക്ക് പറയുന്നുണ്ട് ദാറ്റ് അവർ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ ഡിവൈനായിട്ട് അവർ കാണുന്നുണ്ട്. ഓക്കെ, ഹൈറോഫൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിരിച്വൽ അങ്ങനെ രീതിയിലൊക്കെ എടുക്കാം. ഓക്കെ, ഒരു നിങ്ങൾ തമ്മിൽ അത്രയും ആ ഒരു കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് ഒരു വല്ല അറ്റാച്ച്മെൻറ്റ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്.
സ്പിരിച്വൽ കണക്ഷനായിട്ട് അവർക്കും തോന്നുന്നുണ്ട്. ഓക്കെ, അവരെ മനസ്സിലെ കൺഫ്യൂഷൻ മാറി വരുവാണ്. നിങ്ങളെ ചൂസ് ചെയ്യുന്നു എന്ന രീതിക്ക് പറയാം ശരിക്കും. അതായത് നിങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാണാൻ വരാൻ ആഗ്രഹം, നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹം, എല്ലാം പറയാം. ഓക്കെ, ലെറ്റ്സ് സീ. അവർ വേറെ അവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, എന്താണ് അവർക്ക് വേണ്ടത് റിലേഷൻഷിപ്പിൽ. 10 of coins, Knight of Cups, 4 of Swords, 10 of Wands. Okay. King of Swords. Knight of Wands ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു ക്ലാരിഫിക്കേഷൻ. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ആഗ്രഹം? Ace of Wands, വെരി ഗുഡ്. ആൻഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ. യെസ്, ഞാൻ വിചാരിച്ചാണ്. ഓക്കെ, ഓക്കെ, ഇവിടെ കാണുന്നത് അഗെയിൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ഫാമിലി പോലെ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരാഗ്രഹം എന്താണെന്നാണ് ഞാൻ ചോദിച്ചാൽ അവരുടെ മനസ്സിലെ തോട്ട്സ് റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഓക്കെ, നിങ്ങളെ ഒരു ഫാമിലി പോലെ അവർ കാണുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണം എന്ന രീതിയിലും ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കമ്മിറ്റ്മെൻറ്റ് ചിലവർക്ക് മാരേജ് പോസിബിൾ ആയവർക്ക് മാരേജ് ഓഫർ തരാനുള്ള അവർ ആലോചിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ്. ഓക്കെ, നിങ്ങളെ ഫാമിലി പോലെ കൂടെ വേണം എന്ന രീതിയിലുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ആണ്, നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് അവർ വരാൻ തയ്യാറാണ്. ഓക്കെ, അവർ ലൈക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ ലേശം ഇവിടെ ചെറിയൊരു നെഗറ്റിവിറ്റി വന്നുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ എടുത്ത് 4 of Swords, 10 of Wands ഉണ്ട്. ഓക്കെ, പക്ഷെ അവരിപ്പോൾ ചില കാര്യങ്ങളിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നുണ്ട്. ആ അകന്ന് നിൽക്കുന്നത് ഐ തിങ്ക് അവർക്ക് ഒരുപാട് സ്ട്രെസ് അവരുടെ ലൈഫിലുണ്ട്. അത് എന്ത് കാര്യവും ആവാം. കിങ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ മാരീഡ് സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും തടസ്സം ഉണ്ടാവാം, അങ്ങനെ എടുത്തോളൂ. ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും, അത് പല കാര്യങ്ങളും ആവാം. ഓക്കെ, അങ്ങനെ വിട്ടേക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്ത് നിന്ന് ലേശം മാറി നിൽക്കുന്നുണ്ട്, അകന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, സൈലൻസ് ആയിരിക്കും. അവർക്ക് അതിൻ്റെ ഒരു ബേർഡൻ ഉണ്ട് അവരുടെ മേൽ. അവർക്കൊരു ലൈക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് ഓവറോൾ. ഓക്കെ, ഞാൻ ഇതിൽ ക്ലാരിഫിക്കേഷൻ ചോദിച്ചപ്പോൾ Ace of Wands വീൽ ഓഫ് ഫോർച്യൂണും ആണ് വന്നത്. സോ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഒരു സമയത്തിൻ്റെ മാറ്റം. അതായത് ഇപ്പം നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ്. ഓക്കെ, Ace of Wands നമ്മൾ പുതിയ തുടക്കം എന്ന രീതിയിലാണ് പറയുക. ഓക്കെ, റീസ്റ്റാർട്ട് എന്ന് പറയാം. ഓക്കെ, ടോട്ടൽ സെപ്പറേഷൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അകൽച്ച എന്ന രീതിക്ക് ഉണ്ടാവാം. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് സമയം ഒന്ന് മാറി വരണം, എന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം എന്ന് അവരുടെ മനസ്സിലും ആഗ്രഹമുണ്ട്. ആഗ്രഹം 9 of Cups, വിഷ് എന്ന് പറയാം. ഓക്കെ, അവർക്കും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് വരണം, എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു റീസ്റ്റാർട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എവിടെയോ അവർക്ക് ലൈഫിലുള്ള ബേർഡൻസ് ആയിരിക്കാം ഇത്, ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അതിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുമായിരിക്കും പേഴ്സൺ, അങ്ങനെയാവാം. ഓക്കെ, ലെറ്റ്സ് സീ കുറച്ച് കാർഡ്സ് കൂടി അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുമോ നോക്കാം. പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വാട്ട് ക്യാൻ വി എക്സ്പെക്ട്. ഓക്കെ, ക്വീൻ ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, അഗൈൻ ജസ്റ്റിസ്. ഓക്കെ, 5 of coins. ഓക്കെ, 2 of cups. Oh my god, 5 cups. തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ടുണ്ടാവും അവർ നേരത്തെ. ഓക്കെ, അവർ ഐ തിങ്ക് തേർഡ് പാർട്ടി ചൂസ് ചെയ്തതായിരിക്കാം അവർ. ഓക്കെ, പക്ഷെ അവർക്കിപ്പം നല്ലോണം മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് അവരെന്താ നഷ്ടപ്പെടുത്തി കളഞ്ഞ എന്നുള്ളത്. ഓക്കെ, ഇവിടെ 5 of Cups നമ്മൾ നഷ്ടത്തിൻ്റെ കാർഡാണ്. ഓക്കെ, ആൻഡ് ഇവിടെ 5 of Pentacles രണ്ടും നഷ്ടത്തിൻ്റെ കാർഡാണ്. നിങ്ങളെ വിട്ട് മാറി തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. 5 ലോസിൻ്റെ ആണ്, ചേഞ്ചിൻ്റെ ആണ്, രണ്ടും പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് ന്യായം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളെ വിട്ട് മാറി പോയതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ വിട്ട് വരും എന്നും പറയാം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ചിലവർക്ക് പോസിബിൾ ആയവർക്ക് തേർഡ് പാർട്ടിയെ ടോട്ടലി അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന രീതിക്കും എടുക്കാം. പോസിബിൾ ആയവർക്ക് കേട്ടോ, ഫാമിലി മാരീഡ് ആണെങ്കിൽ അതിനുള്ള സമയം എടുക്കും, നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങൾ കണക്ഷനിലുള്ളപ്പോൾ വേറെ തേർഡ് പാർട്ടി വന്നോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ തേർഡ് പാർട്ടിയെ വിട്ട് മാറി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറയാം. നിങ്ങളെ നഷ്ടപ്പെട്ടത് ഇപ്പോൾ അവർക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, ശരിക്കും അവർ സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. 2 of Cups ആണ്, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്, അതാ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ജസ്റ്റിസ് കാണുന്നുണ്ട്. എവിടെയോ ന്യായം ശരിക്കും യൂണിവേഴ്സ് അവർക്ക് എന്താ പറയുക കാണിച്ചു കൊടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഓക്കെ, അവർ ചെയ്ത തെറ്റിന് ഐ തിങ്ക് ആ കർമ്മ അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അങ്ങനെയാവാം. നിങ്ങളെ നഷ്ടപ്പെടുന്നത് അവർക്ക് നല്ല വിഷമമുണ്ട്. ഓക്കെ, റീയൂണിയൻ്റെ കാർഡാണിത്, ലവേഴ്സ് കാർഡ്, റീയൂണിയൻ. ഓക്കെ, ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയാണ്.
സോ അവർക്ക് നിങ്ങളെ ഇപ്പം തിരിച്ചറിയുന്നത് ലവേഴ്സ് കാർഡ് നമ്മൾ ചോയ്സ് എന്നും പറയും. അതായത് ആരെ ചൂസ് ചെയ്യുന്നു എന്ന രീതിയിൽ. 2 പേര് ലൈഫിലുണ്ടെങ്കിൽ അതിൽ ഒന്നിനെ ചൂസ് ചെയ്യുക എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഒരു ചോയ്സിൻ്റെ കാര്യമാണ്. ഓക്കെ, ഞാനിവിടെ തുടക്കവും പറഞ്ഞത് നിങ്ങളെ ചൂസ് ചെയ്യുന്നു എന്ന രീതിയിലാണ്. ഇതും ലാസ്റ്റും കാണുന്നത് അവർ ചൂസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. ക്വീൻ ഓഫ് കപ്സ് എനർജി ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു, ഇവിടെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ലൈക്ക് കിങ് ആണെങ്കിൽ, നിങ്ങൾ മാൻ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക. ഓക്കെ, മനസ്സിലാക്കുക. ഇവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ വേറൊരു ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റിയിട്ട് അതിനെ വിട്ട് കളഞ്ഞ് നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ്. കാരണം എവിടെയോ അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത്. ഇതും പർപ്പിൾ കളറാണ്. അഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ കണക്ഷൻ്റെ കാര്യമാണ് കാണുന്നത്. ഓക്കെ, യൂണിവേഴ്സ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ അവരെന്താണ് മിസ് ചെയ്തത് എന്നുള്ള. 2 ഓഫ് കപ്സും ലവേഴ്സും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആണ്. അവർക്ക് സ്ട്രോങ് ആയിട്ട് ആ ഫുൾ ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അവർക്കിപ്പോൾ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ റിഗ്രറ്റ് നല്ലോണം ഉണ്ട്. നിങ്ങളുടെ അടുത്ത് തിരിച്ച് വരും, റീയൂണിയൻ ഉണ്ടാവും എന്നൊരു. ആൻഡ് ഓക്കെ, അത് ഞാൻ പറയാനുണ്ട്. 10 ഓഫ് കപ്സ് ആയിരുന്നു. ഓക്കെ, 10 ഓഫ് കപ്സ് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ഹാപ്പി ടൈംസ് വരും എന്ന രീതിയിലാണ് കാണുന്നത്. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ആക്ഷൻ പ്രതീക്ഷിക്കാം നമുക്ക്. ഇവിടെ കിങ് ഓഫ് സോർഡ്സ് ആക്ച്വലി ആക്ഷൻ എടുക്കുന്നതായിട്ട് നമുക്ക് പറയാം. പേഴ്സൺ ആക്ഷൻ എടുക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കും. അവർ നിങ്ങൾക്ക് വേണ്ടി തേർഡ് പാർട്ടിയെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കട്ട് ഓഫ് ചെയ്ത് വരും. ഇല്ലാത്തവർ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമെങ്കിലും ചെയ്യും. നിങ്ങളുടെ അടുത്തേക്ക് വരാനെങ്കിലും അവർ നിങ്ങളുമായിട്ട് അടുപ്പം വീണ്ടും റീബിൽഡ് ചെയ്യും അവർ. ഓക്കെ, സോ വളരെ ഞാൻ പറഞ്ഞ പോലെ എനർജി ചേഞ്ചസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മാറ്റങ്ങൾ നിങ്ങൾ കൂടി ചെയ്യണം. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിൽക്കണം. പേഴ്സണെ ചേസ് ചെയ്ത് പോകുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസിൽ നിങ്ങൾ നിൽക്കണം. ഓക്കെ, അത് നിങ്ങൾക്കുള്ള അഡ്വൈസ്, പ്ലീസ് മറക്കരുത്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് അഡ്വൈസ് കാർഡ്സ്, ഇത് ലേശം നെഗറ്റീവും കൂടി വരുന്ന കാർഡ്സ് ആണ്. നോക്കാം നമുക്ക് എന്താ വരാന്ന്. പോസിറ്റീവ് കിട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് പറയുന്ന ഗൈഡൻസ്. ലോയൽറ്റി ആൻഡ് ട്രസ്റ്റ്, പാഷൻ ആൻഡ് അംബിഷൻ, പീസ് ആൻഡ് ഹാപ്പിനെസ്, ഫാമിലി ആൻഡ് ഹോം. കൺഫ്യൂസ്ഡ് തോട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ നെഗറ്റീവ് ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ നെഗറ്റീവ് വേറെയും ഉണ്ട്. ഓക്കെ, എനിവേ നമുക്ക് വരുന്ന കാർഡ്സ് നല്ലതാണ്, പോസിറ്റീവായിട്ട്. താങ്ക് ഗോഡ്. ദ നീഡ് ടു ബി ലൗഡ്, ഫീലിംഗ് ടയേർഡ്. ഞാൻ നേരത്തെ 4 ഓഫ് വൺസിൻ്റെ വരുമ്പോൾ 4 ഓഫ് സോർഡ്സ്, ഡൗട്ട് ആൻഡ് സസ്പിഷൻ, കം ടുഗെദർ. ഓ മൈ ഗോഡ്, കോംപ്രിഹെൻഷൻ ആൻഡ് എൻലൈറ്റ്മെന്റ്. വെരി നൈസ്. ഓക്കെ, ഇതിൽ നിങ്ങൾ നെഗറ്റീവ് കാർഡ്സ് ഇല്ല എന്ന് വിചാരിക്കേണ്ട. വേറെ റീഡിംഗ് ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഹൈഡിങ് ഇമോഷൻസ് ഉണ്ട്, ജലസി ഉണ്ട്, പല കാർഡ്സും ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് വന്നത് പക്ഷെ വളരെ പോസിറ്റീവായിട്ട് തന്നെ വന്നു. നമ്മുടെ റീഡിങ്ങിനനുസരിച്ച് വന്നു. വെരി ഗുഡ്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ലോയൽറ്റി ആൻഡ് ട്രസ്റ്റ്. നിങ്ങൾക്ക് പേഴ്സണ് നിങ്ങളോട് ലോയലാണ്, ട്രസ്റ്റ് വെക്കാം അവരെ മേലെ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇപ്പം വന്ന മാറ്റം ആയിരിക്കാം. ഇടയിൽ അവർ പോയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, തേർഡ് പാർട്ടി പോയിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ലോയലാണ്, ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് പാഷൻ ആൻഡ് അംബിഷൻ. നിങ്ങൾ തമ്മിൽ നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന രീതിക്ക് അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, പാഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകണം എന്നുള്ള അംബിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം. ആൻഡ് പീസ് ആൻഡ് ഹാപ്പിനെസ് വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഡോണ്ട് വറി. ഫാമിലി ആൻഡ് ഹോം. നിങ്ങൾ തമ്മിൽ ഓൾറെഡി മാരീഡ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും, നിങ്ങളുടെ ഫാമിലിയിൽ സന്തോഷമായിട്ടിരിക്കും. ഇല്ലാത്തവർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം ദാറ്റ് ഒരു ഫാമിലി പോലെ അല്ലെങ്കിൽ ഒരു വീട് എന്ന പോലെ ഫാമിലി പോലെ നിങ്ങൾക്ക് ഹാപ്പിനെസ് വരും എന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ നീഡ് ടു ബി ലൗഡ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഹീൽ ചെയ്യാനുള്ള കാര്യമായിരിക്കും. ഞാൻ പറഞ്ഞു ഓൾറെഡി, നിങ്ങൾ ചേസ് ചെയ്യാൻ പോകാതിരിക്കാം. ഓക്കെ, ആ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് അവർ സ്വയം തീരുമാനിച്ച് വരട്ടെ, നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകണ്ട. ഓക്കെ, അവർ ടൈം എടുക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ, അവർ ഡിസൈഡ് ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു കൺഫ്യൂസ് തോട്ട്സ് അല്ലേ, അവർ കൺഫ്യൂഷൻ മാറ്റി അവർ സ്വയം തീരുമാനിക്കട്ടെ, അവർക്ക് മനസ്സിലാക്കട്ടെ ആരാണ് അവരുടെ ലൈഫിൽ വേണ്ടതെന്ന് അവർ തീരുമാനിക്കട്ടെ. ഓക്കെ, ആൻഡ് ഫീലിംഗ് ടയേർഡ്. ഞാൻ നേരത്തെ പറഞ്ഞു പേഴ്സൺ ഇപ്പോൾ എന്തൊക്കെയോ ടയേർഡായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഡൗട്ട് ആൻഡ് സസ്പിഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ പേഴ്സൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ ഇടയിൽ വന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ആയിരിക്കാം. ഓക്കെ, അതായത് മേ ബി നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ചേസ് ചെയ്ത് പോയിട്ടുണ്ടാവും, ഒരുപാട് ക്ലിങ്ങി ആയിട്ട് നിന്നിട്ടുണ്ടാവും. പിന്നൊന്ന് ഫീലിംഗ് ടയേർഡ് എന്ന് കാണുന്നുണ്ട്. പേഴ്സൺ മേ ബി നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ ഒരുപാട് ബോദർ ചെയ്യുന്നുണ്ടാവാം. ഡൗട്ട് ആൻഡ് സസ്പിഷൻ ഉണ്ട്. നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം വന്നത് ഐ തിങ്ക് ഡൗട്ട്സ് ഒക്കെയാണ്, ഡൗട്ട്സും സസ്പിഷനും. ഓക്കെ, ബട്ട് അതെല്ലാം ഇപ്പോൾ ക്ലിയർ ആയിട്ട് വരും ഇനി എന്തായാലും. ഓക്കെ, പേഴ്സൺ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ അത് വിട്ട് മാറി വരും എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. കോംപ്രിഹെൻഷൻ ആൻഡ് എൻലൈറ്റ്മെന്റ്. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടെ കം ടുഗെദർ. 2 ഓഫ് കപ്സിൻ്റെ കാർഡ് പോലെ അല്ലേ, അതേ കാർഡല്ലേ. 10 ഓഫ് കപ്സിൻ്റെ 2 ഓഫ് കപ്സിൻ്റെ ഒക്കെ കാർഡാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിച്ച് വരും. റീയൂണിയൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, റീയൂണിയൻ വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരും. ഓക്കെ, ഡോണ്ട് വറി. അപ്പോൾ നമുക്കിവിടെ നമ്പേഴ്സ് കൂടി വേണമെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക്.
ഡേറ്റ്സ് എവിടെയെങ്കിലുമൊക്കെ മാച്ച് ആവുമോ നോക്കാം. 22, 21, 26, 24, 15, 46, 14, 3, 10. ഓക്കെ, അപ്പോൾ 4 ഉണ്ട് ഇവിടെ, 3, 8, 6, 6, 10 അല്ലെങ്കിൽ 1, 5, 3, 10 അഗൈൻ 1. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നമ്പേഴ്സ്. ഓക്കെ, നമ്പേഴ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. 4, 3, 10 അങ്ങനെയൊക്കെയാണ് വന്നല്ലേ. 8 ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആവുമോ നോക്കാം, എവിടെയെങ്കിലും നിങ്ങൾ മാച്ച് ആവുമെന്ന്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾ ഹീലാവാം. ഓക്കെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ക്ലിങ് ചെയ്ത് നിൽക്കാതിരിക്കുക. ഓക്കെ, ഒരു വ്യക്തി നിങ്ങളെ വിട്ട് ഇപ്പോൾ സപ്പോസ് പോകണമെന്ന് വിചാരിക്കാം, പോകാൻ വിട്ടേക്കുക. എന്തിനാണ് അങ്ങനെ പിടിച്ചു വെക്കുന്നത്? ഒരു കാര്യമില്ല. ഓക്കെ, അങ്ങനെ കാരണം നിങ്ങൾക്ക് സെൽഫ് ലെവലിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്. ഓക്കെ, നിങ്ങളുടേതായ ഒരു വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് വേറെ ആൾ വന്ന് സ്നേഹിച്ചിട്ട് വേണ്ട നിങ്ങൾ ഹാപ്പി ആവാൻ. ഓക്കെ, എപ്പോഴും നിങ്ങൾ അവനവനെ ആദ്യം സ്നേഹിക്കാം. ഓക്കെ, നിങ്ങൾ ഓക്കെ, സെൽഫ് ലവിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പ്ലീസ്, ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കുക. അവനവൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാം. ആ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ അപ്പോഴേ മനസ്സിലാക്കുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിങ്ങൾ നിൽക്കാം. ഓക്കെ, എല്ലാം നല്ലത് വരും. പോസിറ്റീവായിട്ട് കാണുക. ഈ ന്യൂ ഇയറിലേക്ക് നല്ലത് വരട്ടെ. എല്ലാവർക്കും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.